ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നതിൽ മഴയെ പഴിച്ച് ദേശീയപാത അതോറിറ്റി. അതിനുശേഷം 4 കിലോമീറ്റർ അകലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളലുണ്ടായി. പിന്നീട് അവിടുന്ന് മിക്ക റോഡുകളും തകർന്നു. അതിനിടെ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു. തൊട്ടുപുറകെ KNR ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്ത്? ഇതെല്ലാം ആര് ചെയ്ത കുറ്റം? റോഡ് പൊളിഞ്ഞത് കേന്ദ്രത്തിന്റെ കുറ്റമോ അതോ കേരളത്തിന്റെയോ? കേരളത്തിലെ ദേശീയപാതകളുടെ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയെ ആശങ്കയും ബുദ്ധിമുട്ടും അറിയിച്ച് ഹൈക്കോടതി. കേരളത്തിന്റെ ആശങ്കയും ബുദ്ധിമുട്ടും അറിയിക്കുകയാണെന്നും എല്ലാം ശരിയായി വരുന്നു എന്ന് കരുതിയപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും ഹൈക്കോടതി പറഞ്ഞു. ദേശീയപാതകളുടെ കാര്യത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിവുണ്ടെന്നും മോശമായ അവസ്ഥയിലാണ് കാര്യങ്ങളെന്നും ദേശീയപാത അതോറിറ്റി പ്രതികരിച്ചു. വെള്ളം ഒലിച്ചിറങ്ങിയതാണ് പ്രശ്നമെന്നാണ് മനസ്സിലാകുന്നത്. ആവശ്യമെങ്കിൽ ഘടനാപരമായ മാറ്റം വരുത്തുകയാണ് പോംവഴി. തങ്ങളുടെ വിദഗ്ധർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണം സംബന്ധിച്ചുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ദേശീയപാത അതോറിറ്റിയോട് മറുപടി ആരാഞ്ഞത്. കേരളത്തിലെ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിളിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുമായും വിദഗ്ധരുമായും വിഷയം അവലോകനം ചെയ്യും. വീഴ്ച ഉണ്ടായ എല്ലാ സ്ഥലങ്ങളുടെയും റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. കരാർ കമ്പനികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. മലപ്പുറത്തടക്കമുണ്ടായ വിഷയത്തിന്റെ കാരണങ്ങൾ പഠിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിസ്ഥാന സൗകര്യം എല്ലാം കഴിഞ്ഞ 9 കൊല്ലം ആരാ ചെയ്തത്? നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞ്. ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ്. ഹൈവേ ആരുണ്ടാക്കിയത്? നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും. അപ്പോൾ ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ്, അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട്. അതിൻ്റെ എന്താണ് പെർമനൻറ്റ് സൊല്യൂഷൻ? അത് നിതിൻ ഗഡ്കരിജി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ 1000 കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു മിനിസ്റ്ററല്ലേ. അപ്പോൾ ഇത് ഒരു തകരാറ്, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻക്വയറി നടക്കും. അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് ഇത് ഫേസ് ചെയ്യും. പക്ഷേ അതൊരു കാര്യം. മറ്റേ കാര്യം, അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനൻറ്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും, അത് പറയും. അല്ല, അവർ എൻക്വയറി നടക്കട്ടെ. അത് അങ്ങനെ അല്ലിപ്പോൾ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് കൊളാപ്സും ഉണ്ടാവും, ബ്രിഡ്ജ് കൊളാപ്സും ഉണ്ടാവും. അതിൻ്റെ ഒരു എൻക്വയറി നടക്കട്ടെ. ഇതുവരെ എത്രയോ കിലോമീറ്റർ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന നാട്ടിൽ നടന്നിട്ടുണ്ട്, മൊത്തം ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല. അതൊരു സ്വാംപി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണ്. സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തില്ലയോ അത് എൻക്വയറി നടക്കട്ടെ. ആരും നോക്കൂ, തെറ്റ് ചെയ്ത കോൺട്രാക്ടർ ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു നടപടി നടക്കും. അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോൾ ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജൻറ്റ്ലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും. അല്ല അപ്പോൾ അത് നമ്മൾ ലാൻഡ് സ്ലൈഡ് ഇത് നോക്കൂ. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ
ഒരു ഫിനോമിനൻ. അതിൽ എൻവയറമെൻ്റൽ അത് എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ വയനാട് എന്തായിരുന്നു കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് എൻക്രോച്ച്മെൻ്റ് ആണോ, അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ല, അത് ഡിസൈൻ ആണെങ്കിൽ കോൺട്രാക്ടറിന് എഗെയിൻസ്റ്റ് നടപടി എടുക്കും. നോക്കൂ, ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഓഫീസറല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും സ്പീഡിൽ അതിൻ്റെ ഒരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യണം. അത് ചെയ്യുമെന്ന് നിതിൻ ഗഡ്കരിജി എന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല അവർ ഞാൻ പറഞ്ഞില്ലേ, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ചെറിയൊരു കമ്പനി ഒന്നുമല്ല. ഇന്ത്യ മൊത്തം എത്രയോ കാര്യങ്ങളും എത്രയോ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർക്ക് സിസ്റ്റമും പ്രോസസ്സും ഉണ്ട്. അതിൽ എൻക്വയറി നടക്കും. അത് നിതിൻ ഗഡ്കരിജി പറഞ്ഞില്ലേ, എൻക്വയറി നടക്കും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ റീൽസ് തുടരുമെന്നും അത് അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയ ലാഭത്തിനായി BJPയും UDFും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേശീയപാതയ്ക്കായി 5560 കോടി രൂപ സംസ്ഥാനം ചെലവിട്ടു. കേരളത്തിന്റെ റോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ റോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. അവിടെ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ വന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്തു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഇതിലെന്താണ് റോൾ എന്നാണ് ചിലർ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക, ആ തുക തേച്ചു മാച്ച് കളഞ്ഞാലും പോകുന്നതാണോ? പിന്നെ ചിലർ പറയുന്നു ഇത് തങ്ങളുടേതാക്കി മാറ്റാൻ റീൽസ് ഇട്ട് ചിലർ നടക്കുകയാണ്. വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാൻ പുതിയ കാലത്തെ സംവിധാനമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും നേതൃത്വപരമായി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ റീൽസ് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു, കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തുടരുക തന്നെ ചെയ്യും. ദേശീയപാത 66-ൽ LDF സർക്കാരിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് നേരത്തെ തന്നെ പല വിശദീകരണങ്ങളും നൽകിയതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം എന്ന ജനങ്ങളും അത് മനസ്സിലാക്കിയതാണ്. UDFും BJPയും അത് മനസ്സിലാക്കാത്തത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. 2016-ൽ LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം ഇന്ന് നടക്കുമായിരുന്നു? ഇല്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ദേശീയപാത വികസനത്തിൽ LDF സർക്കാരിന് എന്താണ് റോൾ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. LDF സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി NH66 യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. ഇതാ കിട്ടിപ്പോയി, ഈ സംഭവങ്ങൾ വെച്ച് ഈ പദ്ധതി അങ്ങ് മുടക്കിക്കളയാം, ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് UDF കരുതുന്നതെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് വളരെ നല്ല നിലയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. NH66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇതിന് പണം മുടക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ ഈ വിമർശിക്കുന്ന BJP നേതാക്കന്മാർക്ക് പറ്റുമോ? കേരളത്തിൽ LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി വീണ്ടും ആരംഭിക്കാനാകില്ല എന്ന വസ്തുത തെറ്റാണ് എന്ന് പറയാൻ UDF നേതാക്കന്മാർക്ക് പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ട് വസ്തുതകൾ പറഞ്ഞേ പറ്റൂ. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. NH66 പ്രശ്നങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ
ഇതിൻ്റെ തുടക്കം മുതൽ ഇടപെട്ടതുപോലെ അവസാനം വരെ നിലകൊള്ളും. ഈ പദ്ധതി മാത്രമല്ല, എല്ലാ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ റീൽസും സോഷ്യൽ മീഡിയയുടെ സാധ്യതകളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. പറഞ്ഞേ പറ്റൂ, ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതേസമയം ദേശീയപാതയിൽ 50ഓളം ഇടങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദേശീയപാത നിർമ്മാണവുമായി സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഇപ്പോൾ പറയുന്നു. കൂരിയാട് മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ പലയിടത്തും ദേശീയപാതയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് റീൽസ് ഇടട്ടെ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. നാണക്കേട് മറയ്ക്കാൻ വേണ്ടി മന്ത്രി എന്തൊക്കെയോ പറയുകയാണെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധവുമില്ല. അപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധവുമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീൽ ഇടുമെന്ന് പറഞ്ഞു. റീൽ ഇടുന്നത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീൽ ഇട്ടാൽ കുറെ കൂടെ മനോഹരമായിരുന്നു. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ഇതെന്താ അറിയാമോ? നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ്. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത്. ഒരു അപാകതയുണ്ട് അല്ലേ? പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിംഗ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലം ഇടിക്കുന്നു വീടില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. വലിയ മഴ വരാൻ പോകുന്നേ, വലിയ വിള്ളൽ കാണാൻ പോകുന്നു. അപ്പൊ ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. രണ്ടാമത്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി. അതിന് 4-ാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി. ഞങ്ങൾക്ക് സന്തോഷമല്ല. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്, MP-മാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്, അപാകതയുണ്ട് എന്ന് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ്. വിഴിഞ്ഞ കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും. അതാണ് 4-ാം വാർഷികത്തിൽ പൊളിഞ്ഞു താഴെ. അപ്പൊ റീല് അതിന്റെ ഇടയിൽ പൊളിഞ്ഞു താഴെ. BJPക്ക് വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനികൾക്കാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ചിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 980 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനി വരെ പട്ടികയിലുണ്ടെന്നും ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇല്ലല്ലോ, ആ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. അവർ മടക്കി അയച്ചതല്ലേ 66 kV. ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ. പിന്നെ എങ്ങനെ എല്ലാ ഗവൺമെന്റും വരിക? എല്ലാ ഗവൺമെന്റ് എങ്ങനെയാണ് വരിക? വെറുതെ വീണെടുക്കുന്ന ഉരുളണ്ടാട്ടാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66ന്റെ ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചതാ. അല്ല, രാജ്ഭവനിൽ ഉള്ളത് ആരാ? ആരാന്ന് അത് പറ. അന്ന് പറയാൻ തന്നെ വിളിക്കുന്നു. പിന്നെ അതെ, ഗവർണറാണ്. അതിപ്പോൾ ഇപ്പം BJPക്കാരൻ പറഞ്ഞു കേട്ടില്ല, അയാൾ ശാസ്ത്രജ്ഞനാണെന്ന്, ലോകശാസ്ത്രജ്ഞനാണ് വന്നത്. അതാ കാര്യം. വർഗീയവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ട അതാണ്.
ആ അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എല്ലാ കാലത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്ഭവൻ്റെ അകത്ത് ഇന്നയാൾ വന്നു പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയുള്ള ആളെന്നെ എല്ലാവർക്കും അറിയുന്നു പോലെയുള്ള വ്യക്തമായ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് 4 വയസ്സുകാരി കല്യാണിയുടെ മരണം. പുഴയിൽ നിന്ന് കണ്ടെടുത്തത് കല്യാണിയുടെ ജീവനില്ലാത്ത പിഞ്ചു ശരീരം. 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അവസാനിക്കാത്ത ദുരൂഹതകൾ. സംരക്ഷിക്കേണ്ടവർ തന്നെ കൊല്ലുകയും പിച്ചു ചീന്തുകയും ചെയ്യുന്നു. മാപ്പ് അർഹിക്കാത്ത കൊടും ക്രൂരത. ആലുവയിൽ 4 വയസ്സുകാരിയായ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് അമ്മ പറഞ്ഞു. പ്രതിയുടെ മുഖം കാണിക്കണമെന്ന് പ്രദേശവാസികളുടെ ആക്രോശത്തിനിടെയായിരുന്നു പോലീസ് തെളിവെടുപ്പ്. വൈകാരികമായാണ് നാട്ടുകാർ പോലീസിനോട് പെരുമാറിയത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. 10 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത്. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിനെ തൊട്ടു മുൻപ് കൂട്ടിക്കൊണ്ടുപോയ അംഗൻവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിലെത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഇവിടെയും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പ്രതിയായ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മകൾ പീഡനത്തിനിരയായത് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രതി പോലീസിനെ മൊഴി നൽകി. ഭർത്താവിന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ച കാര്യം പോലീസുകാർ പറഞ്ഞപ്പോഴാണ് അമ്മ അറിയുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇക്കാര്യം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നെന്നും അതറിഞ്ഞ് അവർ തന്നെ തല്ലിയിരുന്നെന്നുമാണ് കുട്ടിയുടെ ബന്ധുകൂടിയായ പ്രതിയുടെ മൊഴി. 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ പോലീസിനെ വീണ്ടും കുരുക്കിലാക്കുകയാണ് മൊഴിയിലെ ഈ വൈരുദ്ധ്യങ്ങൾ. 1 വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ലെന്നത് പോലീസിനെ വിശ്വസനീയമല്ല. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം ഭർതൃവീട്ടിൽ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നതായും മക്കളെ പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും ഇത് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. 4 ദിവസം മുമ്പാണ് 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ കുട്ടിയെ ബസ്സിൽ നിന്ന് കാണാതായി എന്നായിരുന്നു അമ്മ ആദ്യം മൊഴി നൽകിയിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പുഴയിലെറിഞ്ഞ് കൊന്നുവെന്ന് അമ്മ സമ്മതിച്ചത്. തുടർന്ന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കാര്യം വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. 1.5 വർഷത്തിലേറെയായി പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കുട്ടി ഇരയായിട്ടുണ്ടെന്നും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.